അപ്പോ തിരുമേനി എന്നുള്ള വാക്ക് ഇനി പറയുന്നവന്റെ ചെകിട്ടത്തടിക്കണം എന്ന് 53 CJ തോമസ് ലേഖനം എഴുതി. ഇന്നിപ്പോ തിരുമേനി എന്ന് കളിയാക്കി പറയാം. കുപ്പമാടം എന്ന അവനവന്റെ വീടിന് അവനവന്റെ ഭക്ഷണത്തെ കരിക്കാടി എന്ന് പറയണം. മേൽജാതി എന്ന് വിളിക്കുന്ന കൂട്ടരുടെ ഭക്ഷണത്തെ അമൃതേത്ത് എന്ന് പറയണം. ഇതൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ആചാര ഭാഷയെ നമ്മൾ ചരിത്രത്തിലേക്ക് നിഘണ്ടുവിലേക്ക് നാടുകടത്തി നമ്മൾ വേറെയും. ഇന്നിപ്പോ കേരളത്തിൽ ഒരാൾ ഇരിക്കുന്ന കണ്ടാലോ നടക്കുന്നത് കണ്ടാലോ ജാതി ഏതാണ്ട് ഇല്ല. വലിയ വ്യത്യാസമാണ്. മാനേജറാണോ പ്യൂണാണോ വേഷം കണ്ടാലോ ശരീരഭാഷ കണ്ടാലോ ഒന്നും തിരിയില്ല. അവിടുത്തെ ശ്രീനാരായണ പ്രസ്ഥാനം, അവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനം, അവിടുത്തെ കമ്മ്യൂണിസം, അവിടുത്തെ സോഷ്യലിസം, അവിടുത്തെ പ്രബുദ്ധത, ഇതുകൊണ്ട് നമ്മൾ നേടിയ പ്രധാനപ്പെട്ട സാധനം. ഇവിടെ ആർക്കും ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു അമ്പലത്തിൽ പോയപ്പോ അവിടെ മുമ്പിൽ മുഴുവൻ ആണുങ്ങൾ, പിറകില് ഒരു കമ്പിയുടെ ഇപ്പുറത്താ പെണ്ണുങ്ങൾ നിൽക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞത് സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റിയും ഒക്കെ ഈ തരത്തിലുള്ള അനവധി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറിയ കേരളീയർ. ഇപ്പൊ നിങ്ങള് ചെന്നൈയില് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ ഒരാൾ നിൽക്കുന്നത് കണ്ടാ അറിയാം അവൻ പ്യൂണാണോ മേയറാണോ. അത് കേരളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കേരളത്തിൽ മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ ദുബായി പോയാൽ മനസ്സിലാവും. കാരണം നമ്മളത് ഞാൻ ഗതികേട് നിന്നിച്ച് പറയില്ല. പക്ഷെ എന്തിനാണ് ഈ തരത്തിൽ ഉള്ള ഇംഗ്ലീഷിന്റെ അടിമത്തം എന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞില്ലേ, കേസ് കൊടുത്തിരിക്കുകയാണ്. എന്ന് മലയാളം നിർബന്ധം 1ാം ഭാഷയാക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഹനനമാണ്. അത് ഹൈക്കോടതി ഇടപെട്ടിട്ട് കേരള ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കണം. അവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നല്ല. വള്ളത്തോൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. എന്താ കാരണം അറിയും? വള്ളത്തോളിന്റെ കുടുംബത്തിൽ 2 കസിൻസ് ഇംഗ്ലീഷ് പഠിച്ചു. അവിടെ വസൂലി വന്നു. അപ്പൊ മനസ്സിലായി ഇംഗ്ലീഷ് പഠിക്കാൻ വസൂലി. മാപ്പിളമാർക്ക് പിന്നെ ഇംഗ്ലീഷ് വേണ്ട. എന്താണ്? അത് ഇബ്ലീസിന്റെ ഭാഷയാണ്, നരകത്തിലെ ഭാഷയാണ്. ഇംഗ്ലീഷുകാരനെ എതിർക്കാൻ ആദ്യം വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കാനൊരു ബുദ്ധി പോണ്ടേ. അത് പോയി. കാരണം ഇംഗ്ലീഷ് പഠിച്ച ഗാന്ധിയും ഇംഗ്ലീഷ് പഠിച്ച ജിന്നയും ഇംഗ്ലീഷ് പഠിച്ച കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഗുജറാത്തുകാരനായ സർദാർ വല്ലഭായ് പട്ടേൽ, ഇംഗ്ലീഷ് പഠിച്ച ജവഹർലാൽ നെഹ്റു ഒക്കെയാണ് അതിനെ എതിർത്തത്. അതുകൊണ്ട് എനിക്ക് മലയാളികളോട്, ഞാൻ അടക്കമുള്ള മലയാളിയോട് പറയാനുള്ളത്, കുറച്ചുകൂടി ഉശിരോടും ഉളുപ്പോടും കൂടി മലയാളിയാണ്, ഇത് എന്റെ ഭാഷയാണ്, ഇത് എന്റെ മാതൃഭാഷയാണ് എന്ന അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നമുക്ക് നിൽക്കാൻ കഴിയുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്നും ജനാധിപത്യമെന്നും ജാതിവിരുദ്ധ സമരമെന്നും സമത്വമെന്നും പറയാം. നന്ദി, നമസ്കാരം.